everyone, welcome back to my YouTube channel. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ലോഗായിരിക്കും, യെറ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുട്ടി കുട്ടി സന്തോഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഇന്നത്തെ എൻ്റെ ഒരു സന്തോഷം കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ ഈ കോമഡി കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്ലോഗിൽ എൻ്റെ അനിയൻ എടുക്കുന്നത് അവന് ഇഷ്ടമല്ല, അപ്പൊ അവന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഞാനും എൻ്റെ അമ്മയും അനിയനും കൂടെ നാട്ടിലുള്ള ഒരു ഓട്ടോ ചേട്ടന്റെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് നമുക്കൊരു സാധനം എടുത്ത് തിരിച്ചു വരാനുണ്ട്. തമ്മിലൊക്കെ കണ്ടുവന്ന നിങ്ങളോടാണ് ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറയാൻ പോകുന്നത്. യെസ് ഗൈസ്, നമ്മൾ ഇന്നൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. വണ്ടി എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, നമ്മളൊരു സ്കൂട്ടറാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ സ്കൂട്ടർ ആക്സസ് 125 ആണ് ലേറ്റസ്റ്റ് മോഡൽ. പക്ഷേ ആക്സസ് ഞാനും തമ്മിൽ പണ്ട് മുതലേ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂട്ടി എടുക്കണം, എന്നിട്ട് സ്കൂട്ടിയിൽ കോളേജിൽ പോകണം. അങ്ങനെ അച്ഛനും അമ്മയും എനിക്കൊരു സ്കൂട്ടി എടുത്തരാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ആക്സസ് മതി. പൈസ എല്ലാം റെഡിയായി സ്കൂട്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുന്നേ വലിയൊരു ആവശ്യം വന്ന് ആ പൈസ എല്ലാം ചെലവായി പോയി. പിന്നെ എന്റെ ആക്സസ് എന്നുള്ള സ്വപ്നം വെറും വെള്ളത്തിൽ വരച്ച് വര പോലെ ആയിപ്പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചു. വിവാഹ ജീവിതത്തിന്റെ ഇടയിൽ എപ്പോഴും ആ കുട്ടി ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ നടന്നത് ആ ഭർത്താവിനോട് അറിയാണ്ടൊന്ന് പറഞ്ഞുപോയി. പിന്നെ നടന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും നമുക്കൊരു സ്കൂട്ടറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്റെ അഞ്ചുമേന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് എന്റെ അപ്പുക്കുട്ടൻ അങ്ങ് തീരുമാനിച്ചു. ഇത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇതുപോലെയാണ് സംഭവിച്ചത്. അങ്ങനെ സ്കൂട്ടർ എടുത്ത സന്തോഷത്തിൽ നമ്മൾ നേരെ പോയി അവിൽ മിൽക്ക് കഴിച്ചു. ഇന്ന് നേരെ വീട്ടിലേക്ക്. നാളെ നമുക്ക് ഇവൻ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂജിക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റു, രാവിലെ കുളിച്ചു. ഇപ്പോൾ എല്ലാവരും രാവിലെ നേരത്തെ കുളിക്കും, കാരണം എൻ്റെ അനിയൻ മാല ഇട്ടിട്ടുണ്ട് ശബരിമല പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നല്ല വൃത്തിക്ക് കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കൂ, കുളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കുളിയൊക്കെ രാവിലെ ഇപ്പോൾ എപ്പോൾ എണീറ്റ പാട് കുളി കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അമ്മയും അച്ഛനും ആദ്യം പോവാണ്. അമ്മയ്ക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടല്ലോ, അപ്പോൾ രണ്ടുപേരും പോവാം. ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വരാം. അപ്പോൾ ആ സമയത്ത് അമ്മ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ അനിയൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്ന് അവന് ക്ഷീണത്തിലൊരു പവർ നാപ്പ് എടുക്കുവാണ്. അപ്പോൾ അവനെ പോയി വിളിക്കണം ഇനി, എന്നിട്ട് നമുക്ക് പോകണം. എന്നിട്ട് വണ്ടി പൂജിച്ചിട്ട് വരാം. പൂജിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി പൂജിക്കാനൊക്കെ പോണേ. നമ്മളെ ഒരു ബിലീഫ് അനുസരിച്ച് നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാറോ ബൈക്കോ എനിത്തിങ് നമ്മൾ ഒന്ന് ജസ്റ്റ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചാവിയും അതുപോലെ വണ്ടി ഒന്ന് പൂജിക്കും. അത് നമ്മുടെ ഒരു ആനന്ദം സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവം എന്നൊന്നും. പുറത്തുനിന്നായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെറിയ ക്ലിപ്പിങ്സ് കാണിച്ചു തരാം, അല്ലെങ്കിൽ പൂജിച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ടീനെ ഞാൻ കാണിച്ചു തരാം. ചാവി പൂജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്പൂതിരി വന്നിട്ട് നമ്മളെ വണ്ടിയും കൂടെ പൂജിക്കും. അങ്ങനെ നമ്മുടെ പൂജാരി വന്ന് വണ്ടി പൂജിക്കാൻ വേണ്ടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ചില ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര സില്ലി കാര്യമായിരിക്കും, ഒരു സ്കൂട്ടർ അല്ലേ അതിനിപ്പം എന്നാ. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു സ്കൂട്ടർ സ്വന്തമായിട്ട് വാങ്ങിക്കാന്നൊക്കെ ഉള്ളത്. ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളാട്ടോ. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കാണ്ട് പോയൊരു കാര്യമാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് എന്തെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സ് നന്നാക്കി വെച്ചാൽ മതി. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോയി കഴിഞ്ഞാലും പുതിയ ഓരോ സാധനങ്ങൾ ായിട്ട് ദൈവം നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കും. സോ ഗൈസ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഹലോ, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പൂജിച്ച് വീട്ടിലെത്തിയിട്ടോ. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു. തിരക്കായിരുന്നു അമ്പലത്തിൽ. പക്ഷേ ഇന്നലെ തന്നെ പൂജാരി നമ്മളോട് ഒരു കറക്റ്റ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമയത്ത് വരണം എന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് പോയത്. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. തേങ്ങയൊക്കെ മുട്ടി ടച്ച് തൊട്ട് നല്ല രീതിയിൽ വന്നു. ഇനി തട്ടും മുട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ. പക്ഷെ വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടും, അത് ദാറ്റ്സ് നോർമൽ. പ്രത്യേകിച്ച് ഞാനൊക്കെ എടുക്കുവാണെങ്കിൽ പറയണ്ട. പക്ഷെ എന്നാലും ആളപായമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക് ഒരു പ്രാർത്ഥന. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്പലത്തിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. എൻ്റെ ഒരു സ്കൂൾമേറ്റിനെ. സ്കൂൾ ടൈമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളായിരുന്നു അവൻ. അപ്പോൾ കുറേ കാലമായി കണ്ടിട്ട്. ഇവിടെ അല്ല, നാട്ടിലില്ല, അവൻ UK അല്ല. അപ്പോൾ ആഫ്റ്റർ 3 years ആയിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ കണ്ടു, ഭയങ്കര സന്തോഷമായി. നമ്മൾ പോയി ചായയൊക്കെ കുടിച്ച് നമ്മൾ വന്നു. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി, എല്ലാവരും കൂടി, അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ പോയി ചായയൊക്കെ കുടിച്ച് വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്ക് നല്ലൊരു മിഠായിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ ഹിം. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും അങ്ങനെ ഈ വ്ളോഗിൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് ഇങ്ങനെ ഒരു ഷോർട്ട് ആൻഡ് ക്യൂട്ട് ഒരു വ്ളോഗായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 5 minutes എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. കാരണം ഈ ഒരു ന്യൂ ഫേസ് ഇപ്പോഴല്ലേ ഉള്ളൂ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് ചപ്പറ പിപ്പറ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. നമ്മുടെ ഒരു ഫസ്റ്റ് വെഹിക്കിൾ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഫസ്റ്റ് 2 wheeler എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സന്തോഷ
പൂരിതമായ ഒരു സംഭവമാണ്. പിന്നെ നമ്മളെ കുറേ വീഡിയോയിൽ എൻ്റെ ഈ വാച്ചിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ വാച്ച് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ പെട്ടി എവിടെയാണെന്നും എനിക്കറിയില്ല. പെട്ടിയിൽ ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ ഉണ്ടാവുമോ, അങ്ങനെ എങ്ങനെയാണ് അത് പറയുക, ഇതിപ്പോൾ ഏതാണെന്നുള്ളത് സംഭവം നിങ്ങൾ ഇങ്ങനെ കണ്ടോ, എന്നിട്ട് നിങ്ങളിത് സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഫാസ്റ്റ് ട്രാക്കിൻ്റെ സൈറ്റിലോ എന്തെങ്കിലും ഒന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ലിങ്ക് ഇത് തരാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഏതാണെന്നുള്ളത്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഈ ഒരു ക്യൂട്ട് വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ഇത് ചന്ദനം വാങ്ങിയിട്ട്, ചന്ദനമല്ല, ഇതൊരു കളപക്കട്ടയായിരുന്നു തോന്നുന്നു, ഭയങ്കര കളർ പിടിച്ച പോലെയായി. ദാറ്റ്സ് എ റാൻഡം തിങ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.